കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം വിവാഹ തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം. വിവാഹ തടസ്സങ്ങൾ പലർക്കും പല തടസ്സങ്ങളിലൂടെ വിവാഹം നടക്കാതെ വരുന്നുണ്ട്. ആ വിവാഹ തടസ്സങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ പറയാൻ പോകുന്നത്. 12 വെള്ളിയാഴ്ച ശിവപാർവതി ക്ഷേത്രത്തിൽ ഈ വിവാഹ തടസ്സമുള്ളവർ പോയി ക്ഷേത്ര ദർശനം നടത്തണം. 12 വെള്ളിയാഴ്ച ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി വിവാഹ തടസ്സമുള്ളവർ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ 3 പക്കപ്പിറന്നാളിന് ഇവരുടെ 3 പക്കപ്പിറന്നാളിന് ഉമാമഹേശ്വര പൂജ ഇവർ നടത്തണം. ഉമാമഹേശ്വര പൂജ നടത്തിയാൽ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. കൂടാതെ 12 വെള്ളിയാഴ്ച വീരഭദ്രന് അർച്ചന നടത്തിയാൽ വിവാഹ തടസ്സം മാറിക്കിട്ടും. 12 വെള്ളിയാഴ്ച വീരഭദ്രന് അർച്ചന നടത്തണം. അങ്ങനെ ചെയ്താൽ വിവാഹ തടസ്സത്തിൻ്റെ കിട്ടും. അതുപോലെ തന്നെ ദിവസവും 108 പ്രാവശ്യം ഓം സോമായ നമ എന്ന് പെൺകുട്ടികളും 108 പ്രാവശ്യം, ഒരു ദിവസം 108 പ്രാവശ്യം, അങ്ങനെ 108 ദിവസമാണ് ചൊല്ലേണ്ടത്. അപ്പം 108 പ്രാവശ്യം ഓം ഉമാമഹേശ്വരായ നമ എന്ന് ആൺകുട്ടികളും, അപ്പം സ്ത്രീ ഓം സോമായ നമ എന്ന് 108 പ്രാവശ്യവും പുരുഷന്മാർ ഓം ഉമമഹേശ്വരായ നമ എന്ന് 108 പ്രാവശ്യവും ചൊല്ലിയാൽ സ്ത്രീക്ക് ഒരു നല്ല പുരുഷനെയും പുരുഷന് ഒരു നല്ല സ്ത്രീയെയും വിവാഹം സംബന്ധമായി കിട്ടും. അതായത് നല്ല പുരുഷന് നല്ലൊരു ഭാര്യയെ കിട്ടും, സ്ത്രീക്ക് നല്ലൊരു ഭർത്താവിനെയും ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥന 108 ഉരു ചൊല്ലിയാൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം 27 പ്രാവശ്യം, രാവിലെ 27 പ്രാവശ്യം, വൈകിട്ട് 27 പ്രാവശ്യം ഇതൊന്ന് ചൊല്ലിയാൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും. അപ്പം 27 പ്രാവശ്യം വീതം ഇത് ചൊല്ലുക. എന്താണ് ഈ ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം? ഞാനത് ഒന്ന് ചൊല്ലാം. ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത്. ഞാൻ ഒന്നും കൂടി അത് മനസ്സിലാവുന്ന വിധത്തിൽ ചൊല്ലാം. ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത്. ഈ ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം, ശുക്രഭഗവാന്റെ ഈ ഗായത്രി മന്ത്രം നിങ്ങൾ ഒന്ന് ചൊല്ലു നോക്കൂ. അതേപോലെ തന്നെ പെൺകുട്ടികൾ ദിവസവും കഴിയുന്നതും ദിവസവും ലളിത സഹസ്രനാമം ചൊല്ലുക, ദേവീ സ്തുതികൾ ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസം തീർച്ചയായിട്ടും അത് ചൊല്ലാതിരിക്കരുത്. വെള്ളിയാഴ്ച ദിവസം മസ്റ്റായിട്ടും അത് ചൊല്ലണം, ദേവീ സ്തുതികൾ, ലളിത സഹസ്രനാമം. അപ്പോൾ ഒരു നല്ല സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു പുരുഷനെ അവർക്ക് ഭർത്താവായി കിട്ടും. അതേപോലെ തന്നെ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് വിവാഹ തടസ്സങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാർ ആദ്യം കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തണം. കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയാലും മാത്രമോ മറ്റു ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തിയാൽ ഫലമുള്ളൂ. അപ്പോൾ ആദ്യം കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്താം, അതിനുശേഷം ഞാൻ പറഞ്ഞ വഴിപാടുകൾ നടത്താം. എന്നിട്ടും അതിന് ഫലം കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്നത് ഒരു പൂജയുണ്ട്. അത് ബാണേശ്വരി പൂജ എന്ന് പറയും. അതായത് ശിവ പാർവതി ക്ഷേത്രത്തിൽ ബാണേശ്വരി പൂജ നടത്തിയാൽ ഏത് നടക്കാത്ത വിവാഹവും
നടക്കും, ആ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാണേശ്വരി പൂജ ചെയ്യാൻ കഴിയുള്ളവർ ബാണേശ്വരി പൂജ ചെയ്യുക. അതേപോലെ തന്നെ വീരഭദ്രയന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. വിവാഹം നടക്കാനായിട്ട് വീരഭദ്രയന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. അത് യഥാവിധി എഴുതി ധരിക്കണം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.